ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയുടെ സ്റ്റഡി ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ്. കുറെ കാലങ്ങളായി കാനഡയിലെ പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാനഡയിൽ പഠിക്കാൻ പോയാൽ PR കിട്ടുമോ, ഫീസ് കൂടി വരുന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും കാനഡയിലേക്ക് പഠിക്കാനായിട്ട് സ്റ്റുഡൻസ് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയധികം മാറ്റങ്ങൾ കാനഡയിൽ വന്നിട്ടുണ്ട്. ഈ പുതിയ മാറ്റങ്ങളെ പറ്റിയും പുതിയ വിദ്യാഭ്യാസ സാധ്യതകളെ പറ്റിയും നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്, നമ്മൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്നത് ഡോക്ടർ മാത്യു ആണ്. സാർ ഒരു സീനിയർ കൺസൾട്ടന്റ് ആണ്. സാറിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു മാത്യു സർ. വെൽക്കം ടു ഓൾ സ്റ്റുഡൻസ് ആൻഡ് ജോബ് സീക്കേഴ്സ് ടു കാനഡ. കാനഡയിലെ എഡ്യൂക്കേഷനും സെറ്റിൽമെന്റിനെ കുറിച്ചും ഒരു പുതിയ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പല രാജ്യങ്ങളിലും പലതരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ തുറന്നിരിക്കുന്നു. എന്നാൽ ചില രാജ്യങ്ങളിൽ ട്രഡീഷണലായിട്ടുണ്ടായിരുന്നതായ സൗകര്യങ്ങൾ കുറയുകയും വിദ്യാർത്ഥികൾക്ക് സെറ്റിൽമെൻറ്റിനുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. കാനഡയിലും ഈ മാറ്റങ്ങൾ കൂടിയും കുറഞ്ഞും പലപ്പോഴും ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ കമ്പാരിറ്റീവ്ലി മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കാനഡ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പത്രമാധ്യമങ്ങൾ കൂടെ പല നെഗറ്റീവ് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും റിയാലിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ്. കാരണം കാനഡ ഒരു കുടിയേറ്റ രാജ്യമാണ്. കാനഡ മാത്രമാണ് ഒരു കുടിയേറ്റ രാജ്യം. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും കുടിയേറ്റ രാജ്യമല്ല. ന്യൂസിലൻഡ് എടുത്താലും UK എടുത്താലും US എടുത്താലും ഈ രാജ്യങ്ങളൊന്നും കുടിയേറ്റ രാജ്യങ്ങളല്ല. കാരണം ഒരു ബ്രിട്ടീഷ് ഡൊമൈൻ ആണ് സ്റ്റിൽ. എന്നാൽ കാനഡ ഒരു ബ്രിട്ടീഷ് ഡൊമൈൻ അല്ല. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരായിട്ട് ചെല്ലുന്ന എല്ലാവർക്കും അവരുടെ റൈറ്റ്സ് വളരെ കൂടുതലാണ്. എഡ്യൂക്കേഷണൽ സെക്ടറിലും എംപ്ലോയ്മെൻറ്റ് സെക്ടറിലും അതുപോലെ ആഫ്റ്റർ എഡ്യൂക്കേഷൻ സെറ്റിൽമെൻറ്റിനും എല്ലാവർക്കും തുല്യതയും തുല്യ പദവികളും തുല്യ അധികാരങ്ങളും ഉറപ്പുവരുത്തുന്നതുകൊണ്ട് കാനഡ ഒരിക്കലും ഒരു മൈഗ്രൻസിനെയോ സ്റ്റുഡൻസിനെയോ നിരാശപ്പെടുത്തില്ല. നിയമങ്ങൾ കർശനമാക്കിയിട്ടില്ല. എന്നാൽ വളരെ ഫ്ലെക്സിബിളായി പണ്ട് ലഭിച്ചിരുന്നതായ പല മാർഗങ്ങളും ഇല്ലാതായിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ്. കാനഡയിൽ 10 പ്രോവിൻസസ് ഉണ്ട്. അതുപോലെ 3 ടെറിട്ടറികളുണ്ട്. കൂടുതലായി എല്ലാവരും പോകുന്ന പ്രോവിൻസ് എല്ലാവർക്കും അറിയാം. ഒണ്ടാരിയോ, ക്വിബേക്ക്, നോവ സ്കോഷ്യ, ഇങ്ങനെയുള്ളതെല്ലാം അറിയാം. എന്നാൽ അധികം ആൾക്കാർ കടന്നു ചെല്ലാത്തതായ പല പ്രോവിൻസസ് ഉണ്ട്. ലൈക്ക് ന്യൂഫൗണ്ട്ലാൻഡ്, ആൽബർട്ടിലൊക്കെ ധാരാളം പേര് പോകുന്നുണ്ട്. അതുപോലെ ബ്രൗൺസ്റ്റിക്ക്, മാനിറ്റോബ, ഇങ്ങനെയുള്ള പല പ്രൊവിൻസുകളും 4-5 വർഷം മുമ്പ് അധികം കുട്ടികൾ കടന്നു ചെല്ലാത്തതാണ്. എന്നാൽ ഇന്ന് അവിടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം അവസരങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ ഈ യൂട്യൂബിലും മറ്റുള്ള മേഖലയിലൂടെ കാനഡയിൽ അവസരം കുറഞ്ഞു, പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നു. റിയലായി അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, SDS പോലും ഇപ്പോൾ നിർത്തലാക്കിയതുകൊണ്ട്. SDS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഇയറിൻ്റെ ഫീസൊക്കെ അടച്ച് പോകാൻ കഴിയുന്നൊരവസ്ഥയിൽ നിന്ന് അത് അല്പം വിസ പ്രോസസ്സിങ് അല്പം ടൈം എടുക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിസ കിട്ടും, റിജക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ SDS വഴി ഹാഫ് പേയ്മെൻറ്റിൽ ഇപ്പോൾ പോകാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ പ്രൊവിൻസിലെല്ലാം ഒരുപാട് തൊഴിലവസരങ്ങളും ഉണ്ട്. ഇപ്പോൾ ആൽബർട്ടയിലാണ്, ആൽബർട്ടയ്ക്ക് തന്നെ PNB ഉണ്ട്. സസ്കാച്ചുവാൻ PNB ഉണ്ട്, SINB ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് 5000 പോയിന്റ് എത്തിയാൽ ധാരാളം CR സ്കോർ 5000 ഒക്കെ 5000 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ CR സ്കോർ നിങ്ങൾക്ക് 450 മുതൽ 500 വരെ പോയിന്റ് എത്തിയാൽ ഈ പറഞ്ഞ ഏത് പ്രൊവിൻസിൽ നിന്നും PR കിട്ടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ഇഷ്ടപ്പെട്ട പ്രൊവിൻസിലേക്ക് പോകാനും കഴിയും. അപ്പം എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലാൻഡിൻ്റെ, അതായത് കാനഡയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഈ ധാരാളം റിസോഴ്സസ് ഉള്ളതുകൊണ്ട് ഏത് സമയത്തും പുതിയതായി തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാലാവസ്ഥ പ്രതികൂലമെന്നും അനുകൂലമെന്നും പറയാം. വളരെ നല്ല കോൾഡ് ക്ലൈമറ്റാണ്, സീസണലാണ്. എന്നാൽ ഈ നാച്ചുറൽ റിസോഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് ധാരാളം അവസരങ്ങൾ തുറന്നു കിട്ടുകയും പുതിയ പുതിയ പ്രദേശങ്ങളിലേക്ക് കുട്ടികൾക്കും ഇമിഗ്രൻസിനും കടന്നു ചെന്ന് തൊഴിലിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ ധാരാളം ഉള്ള രാജ്യമാണ്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെയുള്ളതായ എല്ലാ മേഖലകളിലും ഇപ്പോൾ വളരെ ഇൻഡസ്ട്രീസിൽ എല്ലാം വളർന്ന വലിയ വികാസം പ്രാപിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് കാനഡ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാനഡ UK കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ US കമ്പയർ ചെയ്യുമ്പോഴും കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. അതായത് അതുപോലെ ഇൻകം സൈഡ് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി US കാനഡയുടെയോ
ഒരു US-ൻ്റെയും ഒരു UK-യുടെയോ ഒരു 70% അല്ലെ 80% ഏൺ ചെയ്യാൻ പറ്റുകയും, എന്നാൽ കോസ്റ്റ് ഓഫ് ലിവിങ് വരുമ്പോൾ ഈ US-ൻ്റെയും അല്ലെങ്കിൽ UK-യുടെയും 50% മാത്രമേ കോസ്റ്റ് ഓഫ് ലിവിങ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാനഡ പഠനവും അതുപോലെ സെറ്റിൽമെൻറ്റ്സ്. രണ്ടാമതായിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങസ്റ്റ് ആണ് വേൾഡിൽ. 3 സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, വളരെ ഇതാണ്. 4 അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറാണ്. കമ്പാരിറ്റീവ്ലി ഒന്നാമത് ഡോളറിൻ്റെ വാല്യൂ കുറവ്, 2 SDS ഒക്കെ നിർത്തലാക്കി, വളരെ ഫീസൊക്കെ നല്ലതാണ്. പിന്നെ ലോങ് സ്റ്റേ ബാക്ക്, ഇപ്പോഴും സ്റ്റേ ബാക്കിന് യാതൊരു കുറവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് കിട്ടുന്ന രാജ്യം കാനഡ തന്നെയാണ്. നിങ്ങൾ 1 വർഷം പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം സ്റ്റേ ബാക്കും, 2 വർഷം പഠിക്കാനോ അതിൽ കൂടുതലോ പോവുകയാണെങ്കിൽ 14 മാസത്തിനേക്കുള്ളിൽ ഏത് കോഴ്സിന് ചേർന്നാലും നിങ്ങൾക്ക് 3 വർഷം സ്റ്റേ ബാക്ക് ലഭിക്കുന്നതാണ്. PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നേരത്തെ ഉണ്ടായിരുന്നേക്കാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയെങ്കിലും PSW വർക്ക് പെർമിറ്റ് നിങ്ങൾ DLA ഉള്ള കോളേജിലാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഗവൺമെൻറ് അംഗീകൃതമുള്ള കോളേജിലാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ PSW യാതൊരു പ്രശ്നമില്ലാതെ കയറാനും കഴിയും. പിന്നെ RNIP പ്രോഗ്രാം, PNP, ഞാൻ ആദ്യമേ പറഞ്ഞു PNPകൾ ധാരാളം, എല്ലാ പ്രൊവിൻസിനും ഇൻഡിപെൻഡൻറ്റ് PNP ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് തികയുകയും നിങ്ങൾക്ക് അവിടെ PR-ലേക്ക് കടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്തത് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് +2 ഉള്ളൊരു കുട്ടിയാണെങ്കിൽ IELTS-ന് 6 ഉണ്ടെങ്കിൽ, നല്ലൊരു പാസ്പോർട്ടും കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് കോഴ്സും റിജക്ഷൻ ഇല്ലാതെ കിട്ടും. അടുത്തൊരു ചോദ്യമാണ്, ധാരാളം റിജക്ഷൻ ഇല്ലേ എന്നൊരു ചോദ്യം. ഇല്ല. നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ കൺസൾട്ടൻ്റ്, ഞാൻ ആ വ്യക്തിയെ അല്ല പറയുന്നത്, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, നിങ്ങളുടെ കൺസൾട്ടൻ്റ് നിങ്ങളെ നന്നായി നയിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എൻ്റെ അനുഭവത്തിൽ ഒരു IELTS 6 ഉള്ള ഒരു കുട്ടി, അദ്ദേഹം +2 കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ലിറ്റിഗേഷൻസ്, നിയമപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പാസ്പോർട്ടിനകത്ത് മറ്റ് ഇഷ്യൂസ് ഒന്നും മറ്റു രാജ്യങ്ങളില്ല എങ്കിൽ 1% പോലും ഒരു DLA ഉള്ളൊരു കോളേജിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ, ഓഫർ ലെറ്റർ കിട്ടിയതെങ്കിൽ, ഒരൊറ്റ വിസയും ക്യാൻസൽ, ഒരു ആപ്ലിക്കേഷൻ പോലും റിജക്ഷൻ വരില്ല. അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ബിക്കോസ് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാൻ കാരണങ്ങൾ, ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്ത കോഴ്സിന് ഉള്ള ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് IELTS ഇല്ലാത്ത അവസ്ഥ, നിങ്ങളുടെ SOP എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അതിലൊക്കെ ഉൾപ്പെടുത്തിയ കണ്ടന്റ്, അവിടെ നോക്കുന്ന വിസ ഓഫീസർ ഇതിനകത്ത് നിങ്ങൾ തിരിച്ചു വരുന്ന ഒരാളാണോ, നിങ്ങൾ എന്തിനു പോകും, പർപ്പസ് ഓഫ് സ്റ്റഡി, ഇതൊന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ SOP എഴുതി കൺസൾട്ടൻറ്റിന് കാര്യങ്ങൾ വ്യക്തമായി അറിയാത്തൊരവസ്ഥ, ഇതൊക്കെ ആകാം നിങ്ങൾ റിജക്ഷന് കാരണം. ഞാൻ അഷുറൻസ് തരുന്നു, റിജക്ഷൻ കാനഡയ്ക്ക് 6 IELTS ഉള്ള ഒരു +2കാരൻ കുട്ടിക്ക് 3 വർഷത്തിനുള്ളിലുള്ള കോഴ്സ് DLA ഉള്ള കോളേജ് 3 വർഷത്തിനുള്ളിൽ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, DLA ഉള്ള കോളേജിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിജക്ഷനും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുന്നു. അടുത്തത്, IELTS-ന് വേണ്ട സ്കോർ 6 മതി +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം പോകുന്നതിന്. അത് കോളേജുകൾ DLA ഉള്ള കോളേജുകളിലാണ് പഠിക്കുന്നത്. DLA എന്ന് പറഞ്ഞാൽ 14 നമ്പറാണ്. ഈ 14 നമ്പർ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. DLA ഇല്ലാത്ത ധാരാളം കോളേജുകളുണ്ട്. DLA ഇല്ലാത്ത കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്വകാര്യ കോളേജുകൾ എന്നൊക്കെ പറയുന്ന പോലെ, അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് PSW വർക്ക് വിസ കിട്ടണമെന്നില്ല. കിട്ടാം, പക്ഷേ നിങ്ങൾ ചോദിക്കുക അത്രയും സ്റ്റേ ബാക്കും കിട്ടണമെന്നില്ല. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്നത് DLA ഉള്ള കോളേജിൽ മാത്രം പോവുക. ഇനി IELTS 6 മതി. ഏതൊരു കുട്ടിക്ക് ഓവറോൾ 6, ഇൻഡിവിജ്വൽ 6. നിങ്ങൾ ഇനി PG ഡിഗ്രി ഇവിടുന്ന് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിലുള്ള ഗ്യാപ്പിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 6.5 വേണം, ഇൻഡിവിജ്വൽ 6ഉം ഓവറോൾ 6.5. ഇത് ആക്കഡമിക് തന്നെ വേണം. ഇത് നിങ്ങൾ ഇനി TOEFL ആണെങ്കിൽ 80 to 100 പോയിന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ UG ഡിപ്ലോമ പ്രോഗ്രാം, ദാറ്റ് ഈസ് 2 ഇയർ ഡിപ്ലോമ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് 3 ഇയർ അഡ്വാൻസ്ഡ് ഡിപ്ലോമ, അല്ല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. മാസ്റ്റേഴ്സ് ആണ് 14 മാസം മുതൽ 2 വർഷം വരെ നീളുന്നതായ മാസ്റ്റേഴ്സ് നോൺ റിസർച്ച് പ്രോഗ്രാം. റിസർച്ച് പ്രോഗ്രാമാണ് 3 വർഷം വരെ നീളും. PhD പ്രോഗ്രാം ആണെങ്കിൽ അത് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ശേഷം അത് ടെക്നോളജിയോ സയൻസോ ആണെങ്കിൽ, അക്കാഡമിക് മീൻസ് ലാംഗ്വേജോ അക്കാഡമിയോ ആണെങ്കിൽ അത് 4 വർഷം വരെ പോകാം. അതല്ല റിസർച്ചുള്ള പ്രോഗ്രാം ആണെങ്കിൽ, PhD പ്രോഗ്രാമാണ്, 5 വർഷം വരെ നീണ്ടുപോകാവുന്നതാണ്. അടുത്തത് ഇൻടേക്കുകളെ കുറിച്ച് പറഞ്ഞാൽ, ജാനുവരി ഇൻടേക്ക്, മെയ് ഇൻടേക്ക്, ഓഗസ്റ്റ് ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്. ഇതിൽ ഏറ്റവും വലിയ ഇൻടേക്ക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സെപ്റ്റംബർ ഇൻടേക്കാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇൻടേക്ക്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മാർച്ച് ഇൻടേക്ക് ചില കോളേജുകളിൽ കിട്ടും. എനിവേ കോമൺ ആയിട്ട് മെയ്, സെപ്റ്റംബർ ഇൻടേക്കുകളാണ് വലിയ ഇൻടേക്കുകളായിട്ട് വരുന്നത്.
ഫീസ് SDS ഞാൻ നേരത്തെ പറഞ്ഞു, SDS നിർത്തലാക്കിയത് കൊണ്ട് ഫീസ് സ്ട്രക്ചർ ഫസ്റ്റ് ഇയറിന് അടയ്ക്കേണ്ട ഒരു സെമിസ്റ്ററിന് മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നീട് GIC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഇടുന്നതാണ്. അത് 20,000 ആയിട്ട് കഴിഞ്ഞ 2024 ജനുവരി മുതൽ കൂട്ടി. പക്ഷേ ആ എമൗണ്ട് നിങ്ങൾ നോ നീഡ് ടു യൂസ് ദാറ്റ് മണി, അത് നിങ്ങൾക്ക് തിരിച്ചയക്കാം. യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ആസ് വെൽ. അതുകൊണ്ട് തന്നെ അത് സേഫായി അത് ബാങ്കിൽ ഇടാൻ പറ്റും. അത് 20,000 സംതിങ് മാത്രമേ ഉള്ളൂ. അത് കനേഡിയൻ ഡോളർ, അത് ഇന്ത്യൻ കൺവേർഷനിൽ വരുമ്പോൾ 12 ലക്ഷത്തോളം രൂപയെ വരുന്നുള്ളൂ. UK പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ ഫീസ് മാത്രമാണ് ഈ പറയുന്ന GIC നിങ്ങൾ ഡെപ്പോസിറ്റ് വെക്കുന്നത്, തിരിച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഞാൻ പറഞ്ഞു. 1 to 3 years ആണ് സ്റ്റേ ബാക്ക് ഓപ്ഷൻ. പാർട്ട് ടൈം ജോലി 20 മണിക്കൂറായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 24 മണിക്കൂറായിട്ട് കൂട്ടി. അപ്പോൾ 4 മണിക്കൂർ ആഴ്ച വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 16 മണിക്കൂർ ഒരു വീക്കിലി വർക്ക് ചെയ്യാം. നിങ്ങളുടെ സ്റ്റഡി പീരീഡിൽ നിങ്ങൾക്ക് വെക്കേഷൻസ് ആണെങ്കിൽ 10 ദിവസമോ അതല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലാത്ത ഏത് വെക്കേഷനിലും ഫുൾ ടൈം വർക്ക് ചെയ്യാവുന്നതാണ്. PSW വർക്ക് വിസയ്ക്ക് ഇപ്പോൾ യാതൊരു പ്രയാസങ്ങളുമില്ല. DLA ഉള്ള ഒരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PSW വർക്ക് വിസ പ്രയാസമില്ലാതെ കിട്ടുകയും ചെയ്യും. പ്രോസസ്സിംഗ് ടൈം SDS-ൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് പ്രോസസ്സിംഗ് ടൈം അല്പം നീളുമെങ്കിലും വിസയ്ക്ക് തിരക്ക് അധികമില്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓഫർ ലെറ്റർ വിത്തിൻ 24 മണിക്കൂർ മുതൽ 21 ദിവസത്തിനുള്ളിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും ഓഫർ ലെറ്റർ ലഭിക്കുന്നതുമാണ്. റിജക്ഷൻ റേറ്റിനെ കുറിച്ച് പറഞ്ഞു. റിജക്ഷൻ റേറ്റ് ശരിക്കും 6 IELTS അല്ലെ 6.5 IELTS ഉള്ള ഒരു ഗ്രാജുവേറ്റിന് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് കറസ്പോണ്ടിങ് ആണെങ്കിൽ SOP പ്രോപ്പർ ആണെങ്കിൽ 0% റിജക്ഷൻ ആണ് കാനഡയ്ക്ക്, അത് അഷുറൻസ് ചെയ്യാൻ തരുന്നു. PR ഓപ്ഷൻസ് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ PNB, RNIP, SSIP ഏത് ഓപ്ഷനിലും നിങ്ങൾക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന അവേഴ്സൂടെ കൂട്ടിയിട്ട് ഏത് പ്രൊവിൻസിൽ നിങ്ങൾ നല്ല കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി കിട്ടുന്നതിനേക്കാൾ ഈസി ആയിട്ട് നല്ലൊരു കൺസൾട്ടൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR കടക്കാവുന്നതാണ്. PR സ്കോർ 500 മുകളിൽ, അതായത് 450 മുകളിൽ. കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ 2-3 ഫയലുകൾ കമ്പയർ ചെയ്യുമ്പോൾ 476 PR കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 475 മുകളിലുള്ള നല്ല ഫയലാണെങ്കിൽ PR ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. ന്യൂ പ്രൊവിൻസസിലേക്കുള്ള ഓപ്പണിംഗ് ധാരാളമുണ്ട്. മാനിറ്റോബ, ന്യൂ ഫോൺലാൻഡ് ഇങ്ങനെയുള്ളിടത്തൊക്കെ ധാരാളം PNB ഈ ഒരു സ്റ്റുഡൻറ്റ് അവിടെ തന്നെ പഠിക്കാൻ പോകുക, അതല്ല മറ്റൊരു പ്രൊവിൻസിൽ പഠിച്ചാൽ അവിടെ പോയി PR കടക്കാവുന്നതാണ്. ഇപ്പോഴത്തെ മാധ്യമങ്ങളിലൂടെ വരുന്ന പല വിവരങ്ങളും നിങ്ങൾ ശ്രവിക്കുന്നുണ്ടാവും, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമെന്ന്. പക്ഷെ ഒരു കാര്യം പ്ലീസ് റിമെമ്പർ, പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും തിരിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം ഡിഫറൻ്റ് ആണ്. എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരു വാർത്ത ആർക്കും യൂട്യൂബിൽ പിടിച്ച് അയക്കാം. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, ഒരു പ്രൊവിൻസിൽ നല്ലൊരു കൺസൾട്ടൻ്റ് വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്രദേശത്ത്, ഫോർ എക്സാമ്പിൾ ജിയോളജി, ഇപ്പം ജിയോളജിയെക്കുറിച്ച് ഏത് പ്രൊവിൻസിൽ നിങ്ങൾക്ക് ജിയോളജി എടുത്താൽ കിട്ടും. നിങ്ങൾ ആൽബർട്ടയിലാണ് പോകുന്നതെങ്കിൽ ജിയോളജിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ ഹെൽത്ത് കെയർ ആണ് ഇപ്പോൾ വാൻകൂവറിൽ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, നിങ്ങൾ വാൻകൂവറിൽ പഠിക്കാൻ പോയിട്ട് ബിസിനസ് മാനേജ്മെൻറ്റ് എടുത്താൽ യു വിൽ നോട്ട് ബി എ സക്സസ്ഫുൾ പേഴ്സൺ. അവിടെ നിങ്ങൾക്ക് ഫിലിം റിലേറ്റഡ് ഡ്രാമ ഇൻഡസ്ട്രിയാണ്, അവിടെ മ്യൂസിക്, ഫിലിം, തിയേറ്റർ എല്ലാമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഡെഫിനറ്റായി തീരുമാനിക്കേണ്ടത് അത് നിങ്ങളുടെ കൺസൾട്ടൻറ്റ് മാത്രമേ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഒരു മാധ്യമത്തിലൂടെ വരുന്ന വാർത്തകളെ വെച്ച് വിലയിരുത്തരുത്. കാരണം ഇതിലൂടെ പറയുന്ന ഒരു വ്യക്തി പോലും തിരിച്ചിവിടെ വരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ പറയുന്നേ ഉള്ളൂ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം. ബിക്കോസ് ദേ വാണ്ട് ടു സേ സംതിങ്. ദാറ്റ് ഈസ് ദ ഓൺലി ഫാക്ട് ബിഹൈൻഡ് ദാറ്റ്. സോ കാനഡ ഇന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു PR ലഭിക്കാനുള്ള ഏക ലോക രാജ്യം കാനഡ മാത്രമാണ്. മറ്റൊരു രാജ്യത്തും ഇത്രയും ഈസിയായി കാനഡയെ പോലെ PR ലഭിക്കില്ല. ലോ കോസ്റ്റ് പഠിക്കാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കിട്ടില്ല, അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, സേഫ്റ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് ഫാക്ടർ എല്ലാം ഒത്തുകിട്ടാൻ വടക്കേ അമേരിക്കയിൽ ഇത്രയും നല്ല രാജ്യം വേറെയില്ല. ഐ ഹോപ്പ് ഈ സെഷൻ നിങ്ങൾക്ക് നന്നായിരുന്നു മനസ്സിലാവുന്നു. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്നെ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളോട് കാനഡയിലെ പുതിയ നിയമമാറ്റങ്ങളെ പറ്റിയും പുതിയ വിദ്യാഭ്യാസ സാധ്യതകളെ പറ്റിയും നമ്മൾ സംസാരിക്കുകയും നമ്മളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരികയും ചെയ്തത് ഡോക്ടർ മാത്യു സാർ ആയിരുന്നു. സാറിന് വളരെയധികം നന്ദി. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാനഡയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.